ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ, കാര്യമായിട്ടൊന്നുമില്ല. രാവിലെ ഇങ്ങനെ ജോലിയൊക്കെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ വീഡിയോ കണ്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ കാണാനിടയായത്. ചെന്നൈ ബിരിയാണി ഫുഡിൻ്റെ കാര്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ വേറെ പരിസരമൊക്കെ മറന്നു പോകും ഞാൻ. അപ്പോൾ ഇക്കാനോട് പറഞ്ഞു എനിക്കും വേണം ചെന്നൈ ബിരിയാണിന്ന്. അപ്പോൾ ഞാൻ ആ കട വീഡിയോ ചെയ്തപ്പോൾ അതിൽ ലൊക്കേഷനും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വൈറ്റിലാണ് കേട്ടോ. പിന്നെ ചെന്നൈ ബിരിയാണി കഴിക്കാനായിട്ട് നമുക്ക് ചെന്നൈ വരെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ആ കട. ഇക്കാനോട് പറഞ്ഞ് ഇക്ക ശരി വാ എന്ന് പറഞ്ഞ് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് ബിരിയാണി. കാരണം ഇക്ക ചെറുപ്പത്തിൽ കുറച്ച് നാൾ തമിഴ്നാട് നിന്നുകൊണ്ട് തന്നെ തമിഴ് സ്റ്റൈലുള്ള ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കുകയും ചെയ്യും, കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് പാർസലാണ് മേടിച്ചത്. കാരണം പാർസൽ ആണ് അവിടെ കൂടുതൽ പോകണേ, കഴിക്കുകയും ചെയ്യാം. പക്ഷേ മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങൾ പാർസലാണ് കേട്ടോ മേടിച്ചത്. പിന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, വയറ്റിൽ ആ ചെന്നൈ ബിരിയാണി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് വ്ളോഗർമാർ ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ട് നല്ല അഭിപ്രായം കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ കായൽ കണ്ടോ, ഈ കായലിൽ ഞാനും ഇക്കായും ഇടയ്ക്കൊക്കെ വന്ന് മീൻ പിടിക്കാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ടോ വന്നിട്ട്. ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോരുകയാണ് കേട്ടോ വീട്ടിലേക്ക്, ബിരിയാണിയൊക്കെ മേടിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയും ബിരിയാണിയൊക്കെ എന്തെങ്കിലും കാണുമ്പോഴത്തേനും ഇത് ബിരിയാണിക്ക് ഇത്ര വീറിയെന്ന്. വേറൊന്നുമല്ല, ബിരിയാണി എന്നല്ല എന്തൊരു സാധനവും വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനും അതുപോലെ കഴിക്കാനും എനിക്കും ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറൈറ്റി ഫുഡുകൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാൻ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് ബിച്ചേട്ടൻ്റെ കടയിൽ കയറി ഞാനും ഇക്കായും 2 ലൈമൊക്കെ കുടിച്ചു. നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള കട കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ പിന്നെ ഒരു തൈര് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് ബിരിയാണിയുടെ കൂടെ കിട്ടും, എന്നാലും ഒരു കച്ചമ്പറ് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നു. ഓടി വന്ന് ഞാൻ ആദ്യം തന്നെ കച്ചമ്പറ് ഉണ്ടാക്കി കേട്ടോ. കച്ചമ്പറ് എന്ന് പറയും, സലാഡ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് 3 ബിരിയാണി മേടിച്ചു. 2 ബിരിയാണിയും പിന്നെ 1 റൈസാണ്. നമുക്ക് തികയോന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ മേടിച്ചതാട്ടോ. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി. ഞങ്ങൾക്ക് 2 നേരത്തേനും ഉച്ചക്കത്തേനും ഉണ്ടായിരുന്നു, രാത്രിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ എന്താണെന്ന് തോന്നണ്ട, എനിക്ക് പനിയുണ്ട്, ചുമയുണ്ട്, തൊണ്ടവേദനയുണ്ട്. അപ്പോൾ സൗണ്ട് മാറിയിട്ടുണ്ട്, അതാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് ഇത്രയും ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക, ഫുഡ് ഞങ്ങൾ എന്താ പറയുക ഓരോന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ബിജുചേട്ടൻ്റെ കടയിൽ കയറിയപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ബിരിയാണിയുടെ കൂടെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചതാണ്. പിന്നെ ബിരിയാണിയുടെ കൂടെ കിട്ടിയതാണ് കേട്ടോ. സലാഡ് ഉണ്ടായിരുന്നു. പിന്നെ സ്പെഷ്യൽ ഇതാണ്, നമ്മുടെ തമിഴ്നാട് ബിരിയാണി കഴിക്കാൻ നമുക്ക് ഒരു ഇഷ്ടം തോന്നുക. അതിൻ്റെ കൂടെ കിട്ടുന്ന ഈ വഴുതനങ്ങ കൊണ്ടുള്ള കറി ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഇക്കാക്ക്. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ വീട്ടിൽ. ഇടയ്ക്കൊക്കെ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഉണ്ടാക്കി തരാറുണ്ട് ഇക്ക. പിന്നെ അത് ബിരിയാണിയുടെ കൂടെ കിട്ടിയ സലാഡാണ് കേട്ടോ. പക്ഷേ ഇത് എടുത്തില്ല. പിന്നെ മാങ്ങാച്ചാറും ഞാൻ കടയിൽ നിന്ന് മേടിച്ചതാണ്. കാരണം മാങ്ങ നോക്കുമ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ മാങ്ങാച്ചാർ മേടിച്ചു. പിന്നെ ഒരു ലെഗ് പീസ് തന്നെ തുടങ്ങി ഫുഡ് ഞങ്ങൾ വിളമ്പുകയാണ്. അപ്പോൾ ബിരിയാണി കണ്ടോ, നല്ല വലിയ അരിയുടെ ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ പറഞ്ഞ് എൻ്റെ ഇക്കട ബിരിയാണിയാണ്. പക്ഷേ നമ്മൾ ഇടയ്ക്കൊക്കെ വെറൈറ്റി കഴിക്കണ്ടേ. അപ്പോൾ ഒരു ചിക്കൻ ലെഗ് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ വഴുതനങ്ങ കറി, ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന, തമിഴ്നാട് ബിരിയാണിയുടെ കൂടെ കഴിക്കുന്ന വഴുതനങ്ങ കറി, സലാഡ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.